ഇന്ന് നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും ദോശയും അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാനായിട്ടുള്ള മാവ് എങ്ങനെയാണ് അരയ്ക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണുന്നുള്ളവർ അത് ആ ലിങ്ക് ഞാൻ ഇതിലിടാം, അത് കണ്ടോളൂ. അപ്പോൾ ഇപ്പോൾ ഇഡ്ഡലി സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ മാവ് ഓൾറെഡി പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മാവ് ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഇത്രയാണ് അരച്ചപ്പുണ്ടായിരുന്നു. അപ്പോൾ നന്നായി പൊന്തിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ സമ്മറായാലും നന്നായി പൊന്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇഡ്ഡലി തട്ടിൽ പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതായത് നിങ്ങൾ മാവ് എന്തോരം പൊന്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ മാവ് ഇളക്കണില്ല, ജസ്റ്റ് എടുത്താൽ അപ്പം തന്നെ ഒഴിക്കാനാണ് പോകുന്നത്. അപ്പം ഇനി ഇഡ്ഡലിത്തട്ട് എങ്ങനെയാണ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ വെളുത്ത തുണി ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള വെളുത്ത തുണി വെച്ചിട്ടാണ് തട്ടിൽ മാവ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. തുണിയൊക്കെ കഴുകാൻ വലിയ പാടാണ് മാവ് ഒട്ടി പിടിച്ചിട്ട്. അപ്പോൾ എനിക്കതിനേക്കാൾ ഈസിയായി തോന്നാറ് എള്ളെണ്ണ അല്ലെങ്കിൽ ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ സിസേം ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം അതിൽ മാവ് ഒഴിക്കാനാണ് കുറച്ചും കൂടി ഈസിയായി തോന്നാറ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ട് പുറത്തെടുത്ത് വെച്ച് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇണക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി ഈസി ആയിട്ട് പോരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒഴിക്കുന്നത് കാണിച്ചു തരാം. Your eyes are very tired. രണ്ട് തട്ടിലും എണ്ണ ഞാൻ തടവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് ചിലർ പറയും ഇളക്കിയിട്ട് ഒഴിക്കാൻ പറയും, പക്ഷെ ഞാൻ സാധാരണ ഇളക്കാണ്ടാണ് ഒഴിക്കാറ്. ഇത്ര മാവ് ഒഴിച്ചാൽ മതി. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വീട്ടിൽ പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. എല്ലാവരുടെ വീട്ടിലും, ഒരാളുടെ വീട്ടിൽ നിന്നല്ല, എല്ലാവരുടെ വീട്ടിലും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയായിരിക്കും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആവാറാകുമ്പോൾ മമ്മിയൊക്കെ പറയും 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് പുഴുക്കലരിയും 1/4 ഗ്ലാസ്, അന്നൊക്കെ 1 ഗ്ലാസ് ഉഴുന്നിടും. കാരണം ഉഴുന്ന് തൊലിയുള്ള ഉഴുന്നായിരിക്കും അധികം. അന്ന് തൊലിയില്ലാത്ത ഉഴുന്നൊന്നും നാട്ടിലൊന്നും വരാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് മാവ് ഒഴിക്കുക. ഇത്ര ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി വല്ലാണ്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തട്ടുകൾ തമ്മിൽ അടുപ്പം കൂടുതലാണെങ്കിൽ, ഗ്യാപ്പ് കുറവാണെങ്കിൽ മറ്റേ തട്ടിൽ മുട്ടും.
മുകളിലുള്ള തട്ടിൽ കൂടുതൽ ഒഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഉച്ചയാകുമ്പോൾ പറയും. അന്നൊക്കെ ഒരു ഗ്ലാസ് ഉഴുന്നിടും. കാരണം തൊലിയുള്ള ഉഴുന്നാകുമ്പോൾ തൊലി നന്നായി പോകുമ്പോൾ തന്നെ ഒരു 1/4 ഗ്ലാസോളം തൊലി ഉണ്ടാവും. നല്ല രസമാണ് തൊലി കളയാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട്. അത് കഴിഞ്ഞൊരു 4 മണി 5 മണിയാകുമ്പോൾ അന്ന് ആട്ടുകല്ലാണല്ലോ, ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ ആട്ടുകല്ലാണ്. അപ്പോൾ ആട്ടുകല്ലിൽ എല്ലാവരുടെ വീട്ടിലും ആട്ടുകല്ലിൽ അരി അരയ്ക്കണ സൗണ്ടായിരിക്കും ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. 4 മണി 5 മണിയാകുമ്പോൾ ആട്ടുകല്ലിൽ അരി ഇങ്ങനെ വട്ടത്തിലിങ്ങനെ അരയ്ക്കും. ഒരാൾ അരയ്ക്കും, ഒരാൾ മാടി കൊടുക്കും. ഒരാളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും, ഒരാളിങ്ങനെ സൈഡിൽ നിന്ന് മാടിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ അതൊക്കെ മാടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകും. ചിലപ്പോൾ അരച്ച് നോക്കും. അരയ്ക്കാൻ സമ്മതിക്കില്ല. കാരണം ആട്ടുകല്ലിൻ്റെ കല്ല് വെയിറ്റ് കൂടുതലാകുമ്പോൾ കുട്ടികളെ തണ്ടൽ വേനെടുക്കുന്നു പറഞ്ഞിട്ട് അരയ്ക്കാൻ സമ്മതിക്കൊന്നുമില്ല വീട്ടിലൊന്നും. പക്ഷെ നമ്മളപ്പോൾ അയലക്കത്തെ വീട്ടിലൊക്കെ പോയി സൂത്രത്തിലൊന്ന് അരച്ചൊക്കെ നോക്കും. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ കളികൾ അവർക്കതൊക്കെ ചൈൽഡ് ലേബറായിട്ട് തോന്നും. പക്ഷെ അന്ന് അതൊക്കെ രസമായിരുന്നു. ചെയ്ത് നോക്കും.